നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ കേരളത്തിലെ കാലവർഷം ഒരു ഭാഗത്ത് അതീവ ശക്തമായിട്ടും മറുഭാഗത്ത് മഴയില്ലാതെയൊക്കെയാണ് ഇവിടെ കടന്നു നമ്മുടെ പോകുന്നത്. തിരുവനന്തപുരത്ത് കുറച്ച് ദിവസം കൊണ്ട് മഴയില്ല, 2 ദിവസമായിട്ട് മഴയില്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ വടക്ക് മലബാർ മേഖലയിൽ അതിഭീകരമായ തോതിൽ മഴയാണ്. അതിന്റെ പെയ്യുന്നത്. അനിവാര്യമായ ഒരു ദുരന്തം തന്നെയാണ് ഇന്ന് വയനാട്ടിലുണ്ടായത്. നമ്മളത് ഞെട്ടിപ്പിച്ച ഒരു ദുരന്തമാണ് ശരിക്കും പറഞ്ഞത്. ഇത് ശരിക്കും നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുന്നു. ഇവിടെ മഴ തീർത്തു കുറവ്. ഞാനിപ്പോൾ നാട്ടിൽ പത്തനംതിട്ടയോട്ട് ചെല്ലുന്നുണ്ട്, കനത്ത മഴയാണ്. അപ്പോൾ അതേ സെയിം ടൈം എന്താണ് അല്ലാത്തപ്പോഴും നമ്മൾ വീട്ടിലൊക്കെ വിളിച്ചു കഴിയുമ്പോൾ അവിടെ കനത്ത മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. നെടുമങ്ങാട്ട് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഇവിടെ മഴയൊന്നും കാണില്ല. അവിടെ ചെല്ലുമ്പോൾ പെരുമഴയായിരിക്കും അവിടെ. പക്ഷേ നമ്മൾ ഇന്ന് കണ്ട ഒരു ദൃശ്യമുണ്ടല്ലോ, ആ വയനാട്ടില് മേപ്പാടി കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ദുരന്തം ഉണ്ടാകുന്നു. ദുരന്തം എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്, അല്ലാതെ അത് മലയിടിഞ്ഞ് വന്നതൊന്നും അല്ല. അല്ല 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 ഇതിനകത്ത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് മലയിടിഞ്ഞ ഉരുൾപൊട്ടലാണ് സംഭവിച്ചത് നമ്മളും കരുതി. ഈ സോയിൽ പൈപ്പിങ്ങും സ്ലോപ്പ് ബ്ലാസ്റ്റിങ്ങും ഒക്കെ ഉണ്ടാകാം എന്ന് റവന്യൂ വകുപ്പ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അവിടെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു. അറിയാം, ഭൂഗർഭ തുരങ്കപാത. ഇത് ശരിക്കും അറിയാമല്ലോ, ഇത് കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയുണ്ട്. 8 കിലോമീറ്റർ കൊണ്ട് എങ്ങാണ്ട് ചെന്ന് എത്താൻ പറ്റുന്ന തരത്തിലുള്ള തുരങ്കപാത പ്രായോഗികമായി നടപ്പിലായി കഴിഞ്ഞാൽ ഇത് ആളുകൾക്ക് ഉപകാരപ്പെടും. പക്ഷേ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോഴും സംശയങ്ങൾ അവശേഷിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പൊയിൽ തുടങ്ങിയിട്ട് വയനാടിലെ മേപ്പാടിയിൽ വന്ന് ഇറങ്ങുന്നതാണ് ഈ പാത. അത് വയനാട് കോഴിക്കോട് തമ്മിലുള്ള ദൂരം ഗണ്യമായി കുറയ്ക്കുന്ന ഒരു പാത. നമ്മൾ വയനാട് പോകുമ്പോൾ അറിയാം, നമുക്ക് 2-3 മണിക്കൂർ എടുത്താണ് അങ്ങ് എത്തുന്നത്. അതെ, പിന്നെ മാത്രമല്ല ചുരത്തിലൊക്കെ ഒരു വണ്ടി കേടായി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടുപെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ശരിക്കും ഈ തുരങ്കപാതയെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ എതിർത്തിരുന്നതാണ്. പ്രത്യേകിച്ചും വയനാട് പോലെയുള്ള പരിസ്ഥിതി അതീവ ലോലമായ പ്രദേശമാണ്. വയനാട് മാത്രമല്ല, നമുക്കറിയാം ഇടുക്കി വയനാട് പോലെയുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. അതിൽ തന്നെ ഈ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് കേരളത്തിൽ ആകെ ഉണ്ടാകുന്നത് 2 ജില്ല ഇടുക്കിയും ഈ വയനാടുമാണ് കൂടുതലും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. 2 ജില്ലകളിൽ വലിയ തോതിലുള്ള ദുരന്തങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ജില്ലയിൽ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന മനുഷ്യനിർമ്മിതം എന്ന് തന്നെ പറയാം. കാരണം രാവിലെ ഒരു അതിശക്തമായ മഴയായിരുന്നു എന്ന് പറഞ്ഞാൽ 265 മില്ലിമീറ്റർ മഴ എന്ന് പറഞ്ഞാൽ അത്രയും നോൺ സ്റ്റോപ്പ് മഴയായിരുന്നു. ആ മഴയത്ത് സോയിൽ പൈപ്പിങ്, അതുപോലെ എന്താ സ്ലോപ്പ് ബ്ലാസ്റ്റിംഗ്, അങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൽ വേർഡൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ പോലും ഈ മണ്ണെടുത്ത് അവിടെ കൂട്ടിയിട്ടിരുന്നു. അതാണ് സംഭവിച്ചത്. ഈ ദുരന്തം നിർമ്മിക്കാൻ ഉപയോഗിച്ച ആ കുഴിച്ചെടുത്ത മണ്ണ് മുഴുവൻ ഭീമാകാരമായ രീതിയിൽ കൂമ്പാരം കൂട്ടിയിരുന്നു. പക്ഷേ അത് പൊതുമരാമത്തിന്റെ എഞ്ചിനീയർമാർ വന്നത് പരിശോധിച്ചതിന് ശേഷം ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ഈ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേ നിർമ്മിച്ച അതേ കമ്പനിയാണ്, ടണലൊക്കെ നിർമ്മിച്ച അതേ കമ്പനിയാണ്. അവരോട് അത് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ അവരതിന് തുനിഞ്ഞില്ല എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഔദ്യോഗികമായി എല്ലാവരും കേരള സർക്കാരിൽ നിന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു. അത് ജൂലൈ 25 തന്നെ അതിന് പിന്നെ ഇവർ പറഞ്ഞിരുന്നതാണ്. മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ജൂൺ 25 തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇത് നീക്കാൻ തയ്യാറായില്ല. ഈ പെട്ടെന്ന് ഒരു മലവെള്ളപ്പാച്ചിൽ വരികയും ഈ മണ്ണോടുകൂടി ഈ സാധനം നമ്മൾ കണ്ട കാഴ്ച നമ്മൾ ഞെട്ടിപ്പിക്കുന്നില്ല. ഒരു ലോറി, ഒരു വലിയ ട്രക്ക്, അത് ഈ മലവെള്ളപ്പാച്ചിൽപ്പെട്ട് എത്ര വട്ടം ഇറങ്ങി നേരെ ടാങ്കർ ലോറി, വലിയ ടാങ്കർ വെള്ളമായിട്ട് വന്നത് വലിയൊരു ട്രക്ക്. അതിനകത്ത് ജീവനക്കാരെയും കൊണ്ട് വന്നൊരു ബസ് ഉണ്ടായിരുന്നു. ഒരു ബസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ചുറ്റിന് നിന്ന് ഇപ്പൊ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടില്ലേ, ഒരാള് ഇവിടുന്ന് അങ്ങോട്ട് ഓടുകയാണ്. ഓടി ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി അങ്ങോട്ട് ഓടുന്നു. എനിക്ക് തോന്നുന്നു അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇത് അറിയുന്നില്ല, മേളിൽ നിന്ന് ഇത് ഇടിഞ്ഞു വരുന്നത് അറിയുന്നില്ല. ഇയാൾ ഓടുകയാണ്. പക്ഷേ ഇയാൾ അങ്ങോട്ട് പോയതിനേക്കാൾ വേഗത്തിൽ അയാൾ തിരിച്ചോടി വരുമ്പോൾ തിരിച്ചോടി വരുന്നതിന് പിന്നാലെ നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളിലാണ് ഞാൻ ഇത്തരം കാഴ്ചകൾ കണ്ടത്. ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ വല്ല സുനാമി വരുന്ന പോലെ ചെളിയും മണ്ണും എല്ലാം കൂടെ ഇങ്ങനെ അലയടിച്ച് ആർത്തിരമ്പി വരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഈ വണ്ടി, ആ ടാങ്കർ ലോറി അതിന്റെ കൂടെ ഇങ്ങനെ വരികയാണ്. ഈ ഓടി വരുന്ന മനുഷ്യൻ ഈ റോഡിലേക്ക് വീഴുന്നുണ്ട്. എന്നിട്ട് ഈ വരുന്ന ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണ് ഇയാളെ അടിച്ച് തൂത്തങ്ങ് മാറ്റിക്കളയാണ്. അതേസമയം ഈ ലോറി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്ന് നിൽക്കുമ്പോൾ അതിനടിയിൽ പെട്ടുപോകാതെ 2 മനുഷ്യർ രക്ഷപ്പെടുന്നുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും രക്ഷപ്പെടുന്നുണ്ട്. ഇതിനകത്ത് ഒരു ഏറ്റവും വലിയ ഒരു സന്ദേഹമുള്ളത്, ഇപ്പൊ അവിടെ മഴ നിന്നു, വെയിലുമാണ്. ഇപ്പൊ നമ്മൾ ലൈവായിട്ട് കണ്ടോണ്ടിരുന്നപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അവിടെ ഏറ്റവും വലിയൊരു സന്ദേഹമുള്ളത് എന്താണെന്ന് അറിയാമോ? എത്ര പേര് ഈ മണ്ണിനടി പോയിട്ടുണ്ട്? മാത്രമല്ല, അത് നമ്മളെ മറ്റൊരു ദുഃഖകരമായ കാര്യം, ഇവരെന്നും തന്നെ ഈ നാട്ടുകാരല്ലെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ ഈ തമിഴന്മാരും ഇതര സംസ്ഥാനത്തിലുള്ള ആളുകളാണ്, നമ്മുടെ അതിഥി തൊഴിലാളികളായ ആളുകളാണെന്നാണ് പറയപ്പെടുന്നത്. ഇവരെ പലരുടെയും പേരും
കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ പേര് കാണുമ്പോഴൊക്കെ തന്നെ ഇവിടുത്തെ പേരല്ല. ഫസ്റ്റ് ഫേസിൽ നിർമ്മിച്ച് തുരങ്കത്തിനായിട്ട് നിർമ്മിച്ച വലിയ കോൺക്രീറ്റ് ബീമുണ്ട്, അതെല്ലാം തകർന്നു പോയി. അതെല്ലാം തകർന്ന് പോയി. ഇത് പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഇത്രയും അതീവ പരിസ്ഥിതി ലോലമായ ഒരു മേഖലയിൽ എങ്ങനെ നമുക്ക് ടണൽ നിർമ്മിച്ച് മനസമാധാനത്തോടു കൂടി അതിനകത്ത് യാത്ര ചെയ്യാം? ഹൈക്കോടതി പോലും അന്ന് ഉത്തരവിട്ടപ്പോൾ പറഞ്ഞ കാര്യമാണ്, ശ്രദ്ധിക്കണം, കാര്യങ്ങൾ വളരെ കൃത്യമായി അത് നിരീക്ഷിച്ച് ചെയ്ത് അത് പരിശോധിച്ച് വേണം പണിയായിട്ട് മുന്നോട്ട് പോകാൻ. അതായത് നിയന്ത്രിത ബ്ലാസ്റ്റിംഗ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇതിനെതിരെ പരിസ്ഥിതി സംഘടനകൾ, വയനാട്ടിലെ പരിസ്ഥിതി സംഘടനകൾ സുപ്രീം കോടതിയിൽ പോയിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ദൂരം കുറയ്ക്കാം. ഇപ്പം നമ്മുടെ അടൽ ടണലുണ്ട്, അതെ, എവിടെ, പിന്നെ ലഡാക്ക്. ഇതുപോലെ തന്നെ നമുക്ക് വലിയ തോതിൽ ദൂരം കുറയ്ക്കുക എന്നുള്ളതാണ്. സംഗതി നല്ലതാണ്, പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടം അതീവ ദുർബലമാണ്. അല്ല, അത് പശ്ചിമഘട്ടം അതീവ ദുർബലമാണ് എന്നുള്ള കാര്യം പണ്ട് പോലെ എല്ലാവർക്കും അറിയാം. ഇതൊരു പുതിയ കാര്യം പോലും അല്ല. എന്നിട്ട് എന്തുകൊണ്ട് ഇതിന് തയ്യാറായി എന്നുള്ള ഇപ്പോഴും അല്ല. ഇപ്പൊ നമ്മളിപ്പോ ശ്രദ്ധിച്ചറിയാം, പണ്ടത്തെ കാലത്തെ പോലെ അല്ല നമ്മുടെ നാട്ടിൽ മഴ പെയ്യും. പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മഴ ഈക്വലായിട്ട് വിതരണം ചെയ്തു പോകുന്ന ഒരു രീതിയാണ്. അതായത് ഒരു സൈഡിൽ നിന്ന് ഇറങ്ങിയ എല്ലാ മേഖലയും കവർ ചെയ്ത് ഈ മഴ ഇങ്ങനെ മുന്നോട്ട് പോകും. ഇപ്പോഴത്തെ മഴ അങ്ങനെയല്ല. മേഘവിസ്ഫോടനം, അതായത് ചെറു മേഘവിസ്ഫോടനങ്ങളാണ് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് പരിസ്ഥിതി ശാസ്ത്രം അറിയണമെന്നോ പിന്നെ ഈ പറയുന്ന ജ്യോതിശാസ്ത്രം അറിയണമെന്നോ ഒന്നുമില്ല. നമുക്കറിയാം, നമ്മൾ നിൽക്കുന്ന ഒരു മേഖലയിൽ, അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ സഞ്ചരിക്കാൻ, നമ്മളൊരു യാത്ര പോകണം, നമ്മൾ അങ്ങ് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മഴ വീഴണം. ഈ മഴ വീഴുന്നതോടെ പിന്നെ നമുക്ക് ഒന്നും കാണത്തില്ല. നമ്മൾ ഈ വാഹനത്തിന്റെ വൈപ്പറിനൊന്നും ഇതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു ശേഷിയില്ല. നമ്മൾ എവിടെങ്കിലും വാഹനം മാറ്റി നിർത്തിയാൽ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ്, മാക്സിമം ഏറിപ്പോയാൽ 10 മിനിറ്റ് താഴെ ഈ മഴ നിൽക്കും. പക്ഷെ ആ സമയം കൊണ്ട് ഈ റോഡിലെല്ലാം മുട്ടിന് മേലിൽ വെള്ളം പൊങ്ങിയിരിക്കും. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതൊരു പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു പ്രദേശത്തോട്ട് വന്ന് വേറൊരു ഭാഗത്തോട്ട് കയറുമ്പോഴാണ് ഈ മഴ പെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഇത് നമ്മളിനി അഥവാ നമ്മൾ ഈ വണ്ടി ഓടിച്ച് ഈ മഴയത്ത് റിസ്ക് എടുത്ത് ഓടിച്ചു പോകാന്ന് വരും, നമ്മളൊരു 1, 2, 3 കിലോമീറ്റർ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒട്ടും മഴയില്ല അപ്പുറത്തെ ഭാഗത്ത്. അല്ല, അത് നമ്മുടെ നാട്ടില് നമുക്കറിയാം, കല്ലാറിലെ മീൻമുട്ടി ഒക്കെ ഉണ്ടല്ലോ, അവിടെ പലപ്പോഴും കല്ലാറിൽ ദുരന്തം സംഭവിച്ച ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അവിടെ ശരിക്കും സംഭവിക്കുന്നത് ഈ പറഞ്ഞ മലവെള്ള പാച്ചിലാണ്. നല്ല തെളിഞ്ഞ അന്തരീക്ഷം, വനത്തിലായിരിക്കും പെയ്യുന്നത്, വനത്തിൽ മഴ പെയ്യും. പക്ഷെ ആ നാട്ടുകാർക്ക് അതറിയാം, അവർക്ക് വെള്ളത്തിന്റെ നിറം മാറുമ്പോൾ അവർക്ക് മനസ്സിലാവും മലവെള്ള പാച്ചിൽ വരുന്നു. പക്ഷെ ഇത് സംഭവിക്കാറുള്ളത് പലപ്പോഴും ഈ ടൂറിസ്റ്റുകളെ വരുന്നവർ ഇതൊന്നും കണ്ടിട്ടില്ലാത്തവരായിരിക്കും. ഇവരവിടെ വന്ന് നിൽക്കുമ്പോൾ നാട്ടുകാർ വിളിച്ച് പറയാം, നിങ്ങൾ മാറിക്കോ, ഇത് മലവെള്ള പാച്ചിൽ എന്ന് പറയുമ്പോൾ ആളുകൾ ഇതിന് നിസ്സാര ഇവരെ അത് വേറെ പക്ഷേ നാട്ടും പുറത്തായാലും ഇവർ മാറിയിക്കില്ല. അങ്ങനെ ദുരന്തം സംഭവിച്ച ഒരുപാട് പേരുണ്ട്. തിരുവനന്തപുരം ദന്തൽ കോളേജിലെ എനിക്ക് തോന്നുന്നു 10 പേരോ മറ്റോ കുട്ടികൾ അന്ന് വർഷം മുമ്പ് മരിച്ചിട്ടുണ്ട്. ഈ നമ്മൾ ഈ ഹിമാചലിലും ഉത്തരാഞ്ചലിലും ഛത്തീസ്ഗഡിലും ഒക്കെയാണ് ഈ മേഘവിസ്ഫോടനം കണ്ടത്. അതെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് ഉണ്ടാകുന്ന ഇതാണ്, ഈ മേഘവിസ്ഫോടനം മൂലം ചിലപ്പോൾ മണിക്കൂറുകളോളം നിന്ന് പെയ്യും മഴ പെയ്യും. ഈ സത്യത്തിൽ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുള്ളതുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്, അങ്ങനെയുള്ളതുണ്ട്. ഇത് ശരിക്കും നമ്മൾ പറയുന്നത് ആകാശം അടർന്നു വീണു എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അതിന്റെ ഷേപ്പ് ഒരിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിന്റെ പ്രത്യേക രീതിയിലുള്ള. അത് ഇങ്ങനെ ഒരു വലിയ ഗോളം ഇങ്ങോട്ട് വന്നിട്ട് അതിങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊട്ടി വീഴുകയാണ്. അതായത് ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് താഴെ ഒരു കുത്തു കൊടുത്ത പടയെന്നും പറഞ്ഞ വെള്ളമല്ല താഴെ വീഴത്തില്ല. ഇത് ഇങ്ങനെ വീണ് വരുന്നതാണ്. ഇങ്ങനെ വീഴുന്ന വെള്ളത്തിനകത്ത് അളവ് കൂടുതലാണ്. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും അധികം മഴ പെയ്യുന്നു. അപ്പൊ ഇത് അളവ് കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ ഒലിച്ചു പോകാൻ സ്ഥലമില്ല നമുക്ക്. നമ്മുടെ ഓടകളെല്ലാം അടഞ്ഞു കിടക്കും. നമ്മളെല്ലാം മതിൽ കെട്ടി വെച്ചു. ഈ വെള്ളത്തിന്റെ ഒഴുക്ക് വഴിയിലാണ് നമ്മൾ മതിൽ കെട്ടി വെച്ചത്. ടൈൽസും പായിട്ടുണ്ട്. ഇത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഈ മതിലിലും ഈ അടഞ്ഞ ഓടകളിലും തട്ടിയെന്ന് അവിടെ പെട്ടെന്ന് തന്നെ ഒരു വലിയ ഇത് രൂപം കൊള്ളും. ഇത് എനിക്ക് തോന്നുന്നത് ഇന്നത്തേതും ഇതുപോലെ തന്നെയാണ്. ഈ മണ്ണിന്റെ ഇടയ്ക്കോട്ട് വന്ന് വെള്ളം നിറഞ്ഞിട്ട് ഇത് പൊട്ടി പോകുന്നതാണ്. എന്തായാലും വല്ലാത്ത ഒരു ദുരന്തം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടുകാർ കുറവാണ് അതിനകത്ത് അകപ്പെട്ടിരിക്കുന്നത്. കുറെ പേരെ രക്ഷപ്പെടുത്തി. മണ്ണിനടിയിൽ അതെന്താണെന്ന് അറിയാമോ? അത് രക്ഷപ്പെടുത്താനുള്ള ഒരു കാരണം, ഈ മണ്ണ് ഇങ്ങനെ ചെതറിയാണ് പോകുന്നത്. അല്ലാതെ കുത്തനെ ഒരു ഭാഗത്ത് ഒരു മല ഇടിഞ്ഞ ഒരാടെ മണ്ടയ്ക്ക് വീഴുക. മലയിടിഞ്ഞ് വീണതല്ല, ശരിക്കും മണ്ണിടിഞ്ഞ് വീണതാണ്. ഈ മണ്ണ് കൂട്ടിയിട്ടിരുന്ന ഈ കൂമ്പാരം കൂടിയിരുന്ന മണ്ണെല്ലാം കൂടെ ഒറ്റയടി ഇടിഞ്ഞ് പോകുന്നത്. അപ്പം എത്രമാത്രം ശക്തിയായിട്ട് മഴ പെയ്തെന്ന് നമ്മൾ ആലോചിച്ചു കൊള്ളണം. അവിടെ ഇത്രയും കൂമ്പാരം കൂട്ടിയിട്ടിരുന്ന ഈ വലിയ ഒരു സൈസിലുണ്ടായിരുന്ന ഈ മണ്ണ് ഇടിഞ്ഞ് വീഴണം. അല്ല, പക്ഷെ നമ്മൾ ഇനി അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ മുമ്പേ നേരത്തെ പറഞ്ഞത് തന്നെ, എങ്ങനെ ഈ ടണൽ സുരക്ഷിതമാക്കാൻ പറ്റും. ഈ ടണൽ അതായത് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉള്ളിടത്ത് എങ്ങനെ ഒരു ടണൽ നിർമ്മിക്കാം. അതാണ് അവിടെ ഇതിപ്പോ 2400 സംതിങ് കോടി രൂപയുടെ പദ്ധതി കിഫ്ബിയാണ് ഇത് പണിയുന്നത്. കിഫ്ബിയുടെ കീഴിലാണ് ഈ പണി വന്നിരിക്കുന്നത്. ഐഡിയ വളരെ നല്ലതാണ്. പക്ഷേ പാരിസ്ഥിതിക പ്രശ്നം, ഇതിന്റെ ഈ ഇമ്പാക്റ്റ് നോക്കിയിട്ടുണ്ടോ?
ഇതിന്റെ പരിസ്ഥിതി ഇമ്പാക്ട് പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ള ആർക്കും ഒരു നോക്കിയിട്ടില്ല. പിടിയില്ല. ഒന്നും നോക്കാതെയാണ് ചെയ്യുന്നത് പലപ്പോഴും. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനസാന്ദ്രതയുള്ള സ്ഥലമാണ്. എല്ലായിടത്തും ആള് താമസിക്കുന്ന ഈ തമിഴ്നാട്ടിൽ തമ്മിൽ വിജനമായ സ്ഥലങ്ങൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇമാതിരി ഒരു തുരങ്കം ഉണ്ടാക്കി വെച്ചിട്ട് അത് എത്രത്തോളം ശരിയാവുമെന്ന് ഭയം തോന്നുന്നു. നമ്മുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും എത്രയോ നാളായി മാറിയിട്ട് ആ. നമ്മള് കഴിഞ്ഞ ഒരു 30 വർഷം പുറകിലോട്ട് സഞ്ചരിക്കും, അല്ലെ ഒരു 35 വർഷം എടുത്തു. തിരുവോണനാളിൽ മഴയില്ലാത്ത ഒരു വർഷം എങ്ങാണ്ടേ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ദിവസവും തിരുവോണനാളിൽ കനത്ത മഴയായിരിക്കും. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താണ് സംഭവം? ഈ പറയുന്ന നമ്മുടെ ഒരു മഴയുടെ രീതി അളവൊക്കെ മാറി. നേരത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ജൂൺ 1-ാം തീയതി കാലവർഷം വരുന്നു, 2 മാസം അടുപ്പിച്ച് പെയ്യുന്നു, കാലവർഷം പിൻവാങ്ങുന്നു, പിന്നെ ബോംബെ പോയി പെയ്യുന്നു. അങ്ങനെ ഈ കാലവർഷം ഈ മൺസൂൺ കാറ്റുകൾ ഇതിനെ ഇങ്ങനെ വഹിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് പോവുകയായിരുന്നു ചെയ്തുകൊണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ജൂണിൽ ഒരു 2-3 ദിവസം മഴ പെയ്യും, ജൂലൈയിലും പെയ്യും 2-3 ദിവസം. പക്ഷേ ഓഗസ്റ്റിൽ ഇങ്ങോട്ട് വന്ന് പേമാരിയും പെരുമഴയായിട്ട് ഡാം നിറഞ്ഞ് നമുക്ക് ആ 2018 പ്രളയം നടക്കുന്ന ഓഗസ്റ്റിലാണ്. പക്ഷെ ആ വർഷം തന്നെ 2 പ്രളയം നടന്നു. അപ്പൊ ഇപ്പൊ 2-3 പ്രളയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റി? ഈ മൺസൂണിന്റെ ഈ ഒരു വിതരണ കാലഘട്ടം അല്ല, ആ വിതരണ വഴി മാറി. പക്ഷെ ഇപ്പൊ ബോംബെ ഭയങ്കര മഴ, വലിയ വെള്ളപ്പൊക്കം നടന്നു, കനത്ത വെള്ളപ്പൊക്കമാണ്. ഇത് ഈ കേരളത്തിൽ നിന്ന് മൺസൂൺ പിൻവാങ്ങുമ്പോഴാണ് ഈ മൺസൂൺ മേഘങ്ങൾ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഇടവപ്പാതിയും കൃത്യമായിട്ട് കൃത്യമായിട്ട് വരും. ഇടവപ്പാതിക്ക് രാവിലെ കൂടുതൽ മഴയും, തുലാവർഷം വൈകുന്നേരത്ത് വലിയ മഴയായിരിക്കും. ഇതൊക്കെ പോയി. അപ്പൊ അത് ഞാൻ പറഞ്ഞ ഈ കാലാവസ്ഥയുടെ ഒരു വിഷയം. നമ്മുടെ ഭൂപ്രകൃതി മാറി. നമ്മുടെ ഭൂപ്രകൃതി നമ്മൾ കയറി അള്ളാത്ത ഒരു സ്ഥലവും ഇല്ല. എവിടെങ്കിലും ഉണ്ടോ? എല്ലാ കുന്നും മലയിലും നമ്മൾ പകുതി ഇടിച്ചു വെച്ചിരിക്കുകയായിരിക്കും. കുന്നിടിക്കുന്നു, നമ്മൾ പാറ പൊട്ടിക്കുന്നു. നമ്മൾ രാഷ്ട്രീയക്കാരെ ഇവരെ കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആർക്കും ഈ എന്താണ് റെഡ് സോൺ ഉള്ള ഏരിയയിൽ പോലും ഈ പിണറായി സർക്കാർ പോകുന്നതിന് മുമ്പ് പോലും പാറമട കൊടുത്തു. റെഡ് സോണിൽ പാറമട കൊടുത്തു എന്ന് മാത്രമല്ല, അവിടൊക്കെ ഇത്രയും ഈ വയനാട്ടിലൊക്കെ ഉള്ള പാറമടകളിൽ ഈ സമയത്തും പൊട്ടിക്കൽ നടക്കുകയാണ്. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ജനകീയ പ്രതിരോധം ഇതിനെതിരെ ഉണ്ടാവുന്നതുമില്ല. ഈ രാഷ്ട്രീയക്കാരെല്ലാം എല്ലാ രാഷ്ട്രീയക്കാരും ഇവരെ പൈസ കൊടുക്കും. അത് ജനകീയ പ്രതിരോധം ഉണ്ടാകുന്നത് മാത്രമാണ്. നമുക്കിപ്പോൾ അറിയാം, ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ പരിസ്ഥിതി ലോല മേഖല സംരക്ഷിക്കാൻ വേണ്ടി വാദിച്ചതിന്റെ പേരിൽ തോറ്റുപോയാളാണ് വി ടി തോമസിനെ അവിടുത്തെ കയ്യേറ്റ മാഫിയ, കുടിയേറ്റ മാഫിയ തോപ്പിച്ചു കളഞ്ഞു. പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ചിരുന്ന പദത്തിന്റെ ശവഘോഷയാത്ര നടത്തിയവരാണ്. പക്ഷേ അതിനുശേഷം എത്ര ഉരുൾപൊട്ടലുകൾ ഉണ്ടായി, എത്ര ജീവനുകൾ മണ്ണിനടിയിലായി. അല്ല, രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാശ് മതി എന്നുള്ളതാണ്. അല്ല, ഇവരൊക്കെ നോക്കുമ്പം ഇത് സമുദായവും രാഷ്ട്രീയ കക്ഷികളും എല്ലാം കൂടെ ചേർന്നൊരു കോക്കസ് ചേർന്നിട്ട് ഈ മലനിരകളെല്ലാം വെട്ടിനിരത്തി അവിടെ കയറി പിന്നെ കെട്ടിടം വെച്ച് മറ്റേ റിസോർട്ട് പണിഞ്ഞ്. ഇപ്പം ഏറ്റവും വലിയ ഒരു ദുരന്തം നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലെ ഈ ഉത്തരാഞ്ചൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന, നമ്മൾ കണ്ടുണ്ടോ, ഈ ഭൂമിയുടെ അറ്റത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ് ഈ റിസോർട്ടുകളെല്ലാം. ഇതൊക്കെ ഈ മലവെള്ളം വന്നിട്ട് ഇതിനെ അപ്പാടെ എടുത്തോണ്ട് പോകുന്ന കണ്ടുണ്ടോ? ഇത്തരം ഒരു കാഴ്ച മൂന്നാറിൽ ഉണ്ടാകാൻ അധിക കാലം വേണ്ടി വരില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ മൂന്നാറിലോട്ട് പോകുന്ന വഴിക്ക് ചിലടത്ത് റിസോർട്ട് പണിഞ്ഞു വെച്ചിരിക്കുന്നത്, ഫ്ലാറ്റ് പോലെ പണിഞ്ഞ് മേലോട്ട് കയറ്റി വെച്ചിരിക്കുന്നത്. എവിടാന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു കുന്നിന്റെ അറ്റത്തായതുകൊണ്ട് വെച്ചിരിക്കുന്നത്. ഇതിന്റെ പിടുത്തം എവിടാണ്? ഇത് എങ്ങനെ നിൽക്കുമെന്ന് നമുക്ക് ഈ ചിന്നക്കനാല്, അതുപോലെ പറയുന്ന കുഞ്ചിത്തണ്ണി, ആ ഏരിയ എല്ലാം. അല്ല, ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ ഇതിന്റെ എണ്ണം കൂടും. കാരണം രാഷ്ട്രീയക്കാർക്ക് അത്രയും പൈസ വാങ്ങും. ഇലക്ഷൻ കാലമാകുമ്പോൾ ആരും പൈസ വാങ്ങിക്കാൻ. 3 മുന്നണികൾ കേരളത്തിൽ ഇക്കാര്യത്തിൽ കുറ്റമുക്തരല്ല. എല്ലാവരും ഈ ക്വാറി മാഫിയയുടെ ഈ കുന്നിടിപ്പുകാരെന്നൊക്കെ പൈസ വാങ്ങിക്കുന്നുണ്ട്. എന്തിനാണ് പറയുന്നത്? നമ്മുടെ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് റോമിനെ പോലെ സിറ്റി ഓഫ് 7 ഹിൽസ് എന്നാണ് പണ്ട് അറിയപ്പെട്ടത്. 7 മലകൾ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തിന് ചുറ്റും. മലയുണ്ട്, മുക്കുന്നി മലയൊക്കെ ഉണ്ട്. അതുവരെ ഇടിച്ചേർപ്പായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് പിന്നെ വലിയ പ്രക്ഷോഭം നടന്നാണെന്നാണ് അത് മാറ്റം വന്നത്. നമ്മളെ പാറ മുഴുവൻ പൊട്ടിച്ചു മാറ്റുന്നു. ഈ വയനാട്ടിൽ എല്ലാ വർഷവും ഉരുൾപൊട്ടലുണ്ട്. ഇപ്പൊ ഈ ചൂരൽമലയുടെ പുനരധിവാസം നടന്നു വരുന്നേ ഉള്ളൂ. അതിന് മുമ്പ് തൊട്ട് മുമ്പ് എവിടെയായിരുന്നു? അവിടെ തന്നെ തൊട്ടപ്പുറത്ത് പത്തനംതിട്ട ജില്ലയിൽ തന്നെ വ്യാപകമായി ക്വാറികളില്ലേ? തിരുവനന്തപുരം ജില്ലയിലുണ്ട്, എല്ലായിടത്തും കൊല്ലത്തുണ്ട്. ക്വാറികൾക്ക് പരിസ്ഥിതി ആഘാതം ഇല്ലെന്ന് ആരാണ് പറഞ്ഞത്? നല്ല കൃത്യമായിട്ടുണ്ട്. ഈ മണ്ണുകളെല്ലാം ഇളക്കുന്നു. ഈ ബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളി കാര്യമാണോ? അല്ല, നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഈ ആള് ഇങ്ങനെ ഒന്ന് അടുക്കി വെച്ച് പാറ പൊട്ടിക്കുന്ന വളരെ ചെറിയ പ്രോസസ്സാണ്. ജാക്ക് ഹാമർ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. യന്ത്ര സഹായത്തോടെയാണ് ഇത് കൊണ്ട് കയറ്റി വെക്കുന്നത്. ഒരു പൊട്ടിക്കലിന് പൊട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2-4 കിലോമീറ്റർ അപ്പുറം വരെ ഇത് കിടുന്നു. അവിടുത്തെ പാത്രങ്ങൾ വരെ ഈ മേശപ്പുറത്തു നിന്ന് മേളിലിരിക്കുന്ന അലമാരയും താഴെ പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്താണെങ്കിലും ഇത് ഇപ്പം മന്ത്രിമാരെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. സിദ്ദിഖ് മന്ത്രി അനിൽകുമാർ. എന്തായാലും ഒരു ഭാഗ്യം ഉണ്ടായത് ഇത് പകലാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പക്ഷേ തൊട്ടടുത്തുള്ള ഒരു വീട്, ഒരു പള്ളിയൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ മനുഷ്യരുണ്ടായിരുന്നു കാണും. ഒരു വണ്ടി അകപ്പെട്ട് പോയിട്ടുണ്ട്. ഇത്രയൊക്കെ ഒരു വന്നു നമ്മളറിയാം. പക്ഷേ ഈ തുരങ്കപാതയുടെ കാര്യത്തിൽ സുപ്രീം കോടതി വരെ അനുമതി കൊടുത്തു. നമ്മൾ അതിനെ സമ്മതിക്കുന്നു. പക്ഷേ എന്ത് പാരിസ്ഥിതിക പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുരങ്കപാത? പ്രായോഗികമായി നല്ലതാണ് ആളുകൾക്ക് പോലും. നമ്മളെ പരിസ്ഥിതിയും കൂടെ സംരക്ഷിക്കേണ്ടത്. പരിസ്ഥിതി നോക്കാതെ തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ വികസനം എന്ന് പറയുന്നത്
വികസനത്തിന്റെ എല്ലാം അതിന്റെ അൾട്ടിമേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. അതെ. അത് ആരും ചിന്തിക്കാറില്ല. വികസനം വേണം എല്ലാവരും പറയും. എന്ത് വികസനം വരണമെന്ന് പറയുമ്പോൾ കുറെ കെട്ടിടങ്ങൾ വെച്ചിട്ട് ഇതാണ് വികസനം. ഇവിടെ ഇപ്പൊ ഈ സോയിൽ ടെസ്റ്റിംഗ് ഇവിടുത്തെ നടത്തി കാണല്ലോ, ഈ മണ്ണിന്റെ ഉറപ്പ്, ഈ മണ്ണ് ഈ പാറ പൊട്ടിച്ച് ഈ തുരങ്കം ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ ഈ തുരങ്കത്തിൽ ഉണ്ടാകാവുന്ന, ഞാൻ പറയാം, ഇപ്പം ഒരു ഭാഗം മൊത്തം ഇരുത്തി കഴിഞ്ഞാൽ അതിനടിയിലുള്ള വാഹനങ്ങൾ മൊത്തം തീരുകയല്ലേ സമയത്ത്. നമ്മൾ പറഞ്ഞ ഉത്തരാഞ്ചലിലേക്ക് നമ്മൾ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല, എല്ലാം കൂടെ പൊളി താഴോട്ടങ്ങ് പോകുന്നത്. അതെന്താ ഈ വലിയ ശിവന്റെ തലയൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കി വെക്കും, വലിയ ഭീമാകാരമായി. ഇതൊക്കെ അതേ രൂപത്തിൽ ഇളകി ഈ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇത് അത്ര ഭീകരമായിട്ടുള്ള. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല. പ്രകൃതിയുടേതായ ഒരു വഴിയുണ്ട്. അത് അങ്ങോട്ട് സ്വയം ചെയ്ത് തീരുമാനിച്ച് അങ്ങ് പോയിക്കോളൂ. നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നമ്മൾ പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ നമ്മൾ പരമാവധി ഒരുങ്ങുക, നമ്മുടെ മര്യാദയ്ക്ക് പ്രകൃതിയോട് പെരുമാറുക. അത് തന്നെയാണ് നല്ലത്. അതല്ലെങ്കിൽ ഇത്തരം ശിക്ഷകൾ നമുക്ക് കിട്ടും എന്നുള്ള കാര്യം. ഇവിടെ പിന്നെ പ്രകൃതി മാത്രമല്ല, ഇത് കൃത്യമായ മനുഷ്യനിർമ്മിതമായ ദുരന്തം തന്നെയാണ് വയനാട് സംഭവിച്ചത്. അവർ ഇത്രയും വലിയ മണ്ണ് കൂട്ടിയിട്ടിരുന്നിട്ട് ഇത് ഇത്രയും വലിയ മഴ പെയ്തിട്ട് എന്തുകൊണ്ട് എടുത്ത് മാറ്റിയില്ല? ജില്ലാ കളക്ടർ, ജില്ലാ മജിസ്ട്രേറ്റാണ് എല്ലാം പരസ്പരം. ഇപ്പൊ കമ്പനി പറയുന്നത് മനുഷ്യനിർമ്മിതം അല്ലെന്നാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയായിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം പറഞ്ഞു ഞങ്ങൾ മാറ്റാൻ നോട്ടീസ് കൊടുത്താൽ ഇത് മാറ്റിക്കേണ്ട ചുമതല ആരുടെ? കമ്പനി മാറ്റിയില്ലെങ്കിൽ ഇവരല്ലേ ഇത് മാറ്റിക്കണ്ടേ? അല്ലേ? ഇവര് ഈ സൂപ്പർവിഷറി പവർ ഉണ്ടല്ലോ. ഇപ്പം കമ്പനി പണിയുന്ന കരാർ പണിയാണ് പണിയുന്നത്. ഇത് ചെയ്യേണ്ടതാരാണ്? അവിടുത്തെ റവന്യൂ വകുപ്പുണ്ട്, ജില്ലാ കളക്ടറുണ്ട്. അതിലൊക്കെ ഉപരി എല്ലാ കളക്ടറേറ്റിലും ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞൊരു മാത്രമല്ല, ഇതുവരെ നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും തിരുവനന്തപുരത്ത് ഈയിടെ കുറച്ച് വെള്ളം പൊങ്ങിയത് പ്രശ്നമുണ്ടല്ലോ. അത് സംഭവിച്ച യഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ വാട്ടർ അതോറിറ്റിക്കാരാണെന്ന് പറയുന്നത് ഇവർ ഈ ഓടയും ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേറെ പൈപ്പുകളൊക്കെ വൃത്തിയാക്കിയിട്ട് ഈ ചെളി മുഴുവൻ കോരി കിഴക്കോട്ട ഭാഗത്ത് എല്ലാം റോഡ് സൈഡിൽ നിക്ഷേപിച്ചിരുന്നു. അപ്പോൾ കോർപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കോർപ്പറേഷൻ്റെ അധികാര പരിധിപ്പെട്ടതല്ല. മഴ പെയ്ത് ഒരു ഒറ്റ അടിക്കുന്നതെല്ലാം കൂടെ അവസാനം എന്തുപറ്റി? കോർപ്പറേഷൻ വന്ന് എല്ലായിടത്തും മാറ്റി. അതാണ് ഈ ഭാവനാശൂന്യമായ പരിപാടി. പിന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞൊരു പരിപാടി എല്ലായിടത്തും. അതിനകത്ത് ശരിക്കും നമ്മുടെ നാട്ടുകാർ എന്താ ചെയ്യുന്നത് അറിയും? കൂടി വന്ന അപ്പുറം ഇപ്പുറം നിൽക്കുന്ന കുറെ കാട് വെട്ടി തെളിച്ച് കളയും. പക്ഷെ ശരിക്കും ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് പേര് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത് തോടുകൾ, അതുപോലെ ഓടകൾ, അത് പൂർണ്ണമായും തടസ്സരഹിതമാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ വെള്ളപ്പൊക്കം പകുതി കുറയും. ഈ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ കൃത്യമായ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതാണ്. അന്ന് ഇവിടെ വെള്ളക്കെട്ടും ഇല്ല, ഒന്നുമില്ലായിരുന്നു. പിന്നീട് ഓരോരുത്തരും ഒന്നര കെട്ടിടങ്ങൾ വെക്കുന്നു, അതിന്റെ പുറത്ത് വെക്കുന്നു. എല്ലാത്തിനും നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ ജനാധിപത്യ സംവിധാനത്തിലെ കുറെ കള്ളനാണയങ്ങൾ കടന്നുകൂടിയത് തന്നെയാണ് ഇതിനെല്ലാം കാരണം. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ഉണ്ട്. ഇപ്പൊ ഇന്ദിരാഗാന്ധി സൈലന്റ് വാലി അന്ന് ഇതിനെ നശിപ്പിക്കുന്നതിനെതിരെ ഇന്ദിരാഗാന്ധി ശക്തമായ നിലപാടെടുത്തു. അതുകൊണ്ട് സൈലന്റ് വാലി സംരക്ഷിക്കപ്പെട്ടു. അതാണ് സത്യം. അതല്ല ഈ ഇതുപോലെ കച്ചവടക്കാരാണ് ഇരുന്നതെങ്കിൽ അതെ. മതികെട്ടാമലയിലെ VS കയറി അത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അല്ലെ മതികെട്ടാമല ഇന്ന് തരിശുഭൂമിയായി പോയനെ. മതികെട്ടാമലയുടെ ആ അടിവാരത്തോട്ട് ചെന്ന് നിന്നാൽ നമുക്ക് ആ കാലാവസ്ഥയുടെ മാറ്റം അറിയാൻ പറ്റും. എന്തോ ഒരു കുളിർമ, അവിടുന്ന് വരുന്ന വെള്ളം അതൊക്കെ ഒന്ന് കോരി കൈക്കുമ്പിളി കോരി എടുത്ത് കുടിച്ചു നോക്കണം. എന്തൊരു തണുപ്പും. VS ഒരാളുടെ ഒറ്റയാൾ പോരാട്ടം തന്നെ. അന്ന് സ്വന്തം പാർട്ടിയിലുള്ളവർ ഈ മൂന്നാല് നമ്മളെ കണ്ടാണല്ലോ. അവിടെ ഈ കെട്ടാൻ പൊളിക്കാൻ ചെന്ന VSന് അനുഭവിക്കേണ്ടുന്ന ദുരന്തങ്ങൾ എന്താണെങ്കിലും മനുഷ്യനിർമ്മിതമായൊരു ദുരന്തമാണ്. പിന്നെ ഒരു വലിയ ആപത്തൊഴിഞ്ഞു എന്ന് പറയാം. വലിയൊരു അതിഭീകര ദുരന്തം. ഇപ്പം ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ പോലെ ഒരു വലിയ ദുരന്തമായിട്ട് അത് പരിണമിച്ചില്ല എന്നുള്ളത് ആശ്വാസത്തിന് വക നൽകുന്ന കാര്യമാണ്. പക്ഷേ ഈ സർക്കാരോ ഈ ഉദ്യോഗസ്ഥരോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ കുറ്റം പറയുന്നത് അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇത് എപ്പോഴും നമ്മുടെ പരിപാടി എന്താണ്? ഒരു ദുരന്തം വരാൻ കാത്തിരിക്കും. ഈ മഴയൊന്നും നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്, ഓർക്കുക. ഇത് കൃത്യമായി വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ചെയ്യുക. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇത് എന്റെ ജോലിയല്ല, പലപ്പോഴും നമുക്കറിയാമല്ലോ, ഇത് എന്റെ ജോലിയല്ല മറ്റൊരു ജോലിയാണെന്ന് പറഞ്ഞു. ചെമ്മനം ചാക്കോയുടെ ചുറ്റിയ എന്ന് പറയുന്ന കവിത പോലെയേ ഉള്ളൂ. ചുറ്റിയ എടുക്കാൻ അവസാനം ഒരു ലേബർ വരണം, അല്ലാത്ത ഒരാൾക്ക് കുനിഞ്ഞിങ്ങോട്ട് എടുക്കാവുന്ന ചുറ്റിയാണ്. പക്ഷേ ഈ കമ്പ്യൂട്ടറില്ലാതെ കടലാസാന്നുള്ള സമയത്ത് മറ്റേ സൂപ്രണ്ട് മുറുക്കി ചോപ്പിച്ച് ഇങ്ങനെ ഇരിക്കും. കാരണം ഈ കടലാസ് അപ്പുറത്തെ ടേബിൾ കൊടുത്താൽ മതി. ചെന്നിങ്ങനെ നമ്മൾ അവരെ മുന്നേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ കഴിയുമ്പോഴായിരിക്കും അറ്റൻഡർ ഗോപാലകൃഷ്ണൻ വരുന്നത് നോക്കിയിരിക്കണം. ഇയാൾ എടുത്തോളം അപ്പുറത്തോട്ട് കഴിഞ്ഞു. അത്രയും സമയം പോകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആയതുകൊണ്ടെന്ന് വെച്ചാൽ അത് ഒന്ന് അസൈൻ ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മതി. അതും താമസിക്കും. എന്താണെങ്കിലും ശരി, വയനാട്ടില് ഇത് വലിയ ദുരന്തം തന്നെയാണ്, അല്ലെന്ന് നമ്മൾ പറയുമ്പോൾ പോലും. പക്ഷെ ഇതിനകത്ത് ഒത്തിരി ആശങ്കകളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഈ തുരങ്കപാതയ്ക്ക് എത്രത്തോളം സുരക്ഷിത, ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ഇത് മണ്ണിടിഞ്ഞ് വീണതല്ല, ഇത് ഏതാണ് ഇത് ഉരുൾപൊട്ടൽ ഉണ്ടായതല്ല, മണ്ണ് കൂട്ടിയിട്ടിരുന്നത് എല്ലാം കൂടെ ഒഴിച്ചു വന്നതാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിക്കും മണ്ണിടിച്ചിലുണ്ടായാലും എന്തായിരിക്കും ദുരന്തം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇനി നമുക്ക് വിഴിഞ്ഞത്തേക്ക് വരാം. വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ബഹളം? വിഴിഞ്ഞം അദാനി അവരുടെ 49% ഷെയർ MSC കമ്പനിക്ക് കൊടുത്തു. സതീശൻ അദാനിയുടെ ആളാണ്. സതീശൻ തീരെ എഴുതി വിറ്റു.
അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു ബഹളമായിരുന്നു. പക്ഷേ ഇതാണ് ഈ ദൈവത്തിന്റെ കൈ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ ഒരു വാർത്ത പുറത്തു വന്നു. ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ വാർത്തയുടെ കട്ടിങ് ദേശാഭിമാനി ദിനപത്രത്തിൽ കഴിഞ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പുള്ള ഒരു പത്രവാർത്ത അല്ല, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മെയ് 18 സത്യപ്രതിജ്ഞ നടക്കുന്നത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് വന്ന ഒരു വാർത്തയാണ്. അതായത് വിഴിഞ്ഞത്ത് MSC കമ്പനിയുടെ ഓഹരി വരുന്നു, 49% ഓഹരി പിന്നെ അദാനിക്ക് കൊടുക്കാൻ പോകുന്നു. ഇതിനെക്കുറിച്ച് പിന്നെ പിണറായി വിജയന്റെ നേട്ടങ്ങളെ കാര്യങ്ങളെ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പത്രവാർത്തയാണ്. വിഴിഞ്ഞത്തേക്ക് MSC എത്തുന്നു, 49 വരെ ചർച്ച പുരോഗമിക്കുന്നു, ധാരണയായി എന്ന് പറഞ്ഞ് ഇവരൊരു വാർത്ത കൊടുത്തിട്ട് ഇവരറിഞ്ഞ ഒരു സംഭവം ഒന്നും അറിയാത്ത പോലെ പിണറായി വിജയൻ ഈ നിയമസഭയിൽ ഉന്നയിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? അല്ല, എന്നിട്ട് അവസാനം പിണറായി വിജയന് നമുക്കറിയാലോ, ഈ കരാറിന്റെ വാർത്ത രണ്ടാമത് വന്നപ്പോഴ് ദേശാഭിമാനി ആദ്യം എഴുതി ഞങ്ങളെ ക്രെഡിറ്റ് ആണെന്നാണ് എഴുതിയല്ലോ. അല്ല, അത് അതിന്റെ ഫോളോ അപ്പ് ആയിരുന്നു. ഇവരുടെ ഈ മെയ് 18 ശേഷം വന്ന ആ വാർത്തയുടെ ഫോളോ അപ്പ് ആണ്, ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചത്. സതീശൻ അദാനിയുടെ ദല്ലാളാണ്, രഹസ്യ ഡീൽ എന്നാണ്. രഹസ്യ ഡീൽ, ഇവർക്ക് നല്ല രഹസ്യ പരിചയമുള്ളവരാണല്ലോ. അപ്പൊ ഈ രഹസ്യ ഡീല് അങ്ങ് പൊളിഞ്ഞു. ഈ വാർത്ത പുറത്തു വന്നു. ഈ വാർത്ത പുറത്തു വന്നു എന്ന് മാത്രമല്ല, എന്താണ് പറയുന്നത്, ഇതിനകത്ത് എത്ര രൂപ ഈ കഴിഞ്ഞ സർക്കാർ ഇവിടെ നിക്ഷേപിച്ചു എന്നത് സംബന്ധിച്ച കണക്കായിരുന്നു. അത് 3000 ഇവര് പറഞ്ഞ എത്ര 5500 കോടി സർക്കാർ നിക്ഷേപിച്ചെന്നല്ലേ. 3700 കോടിയിൽ ചില്ലുവാനം എന്ന് പറയുമ്പോൾ എന്തോ ചോദിക്കും, അത്രയും മാത്രമാണ് സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്നത്. അദാനിയാണ് 10,000 കോടി രൂപ. പിന്നെ 800 കോടി കേന്ദ്ര സർക്കാരും കൊടുത്തു. സത്യത്തിൽ അദാനിയാണ് അവിടെ പൈസ മുടക്കിയത്, ഇവരല്ല. ഇവര് കൊടുത്തത് ഈ 3700 കോടി രൂപ മാത്രമാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ളൂ, തൊട്ടനെ പിടിച്ചതിന് മുഴുവൻ അദാനി പൈസയും പിരിച്ചിട്ട് ഇവിടെ സംഘോദന പൈസ പിരിച്ചിട്ടാണ്. എന്നിട്ട് ഇപ്പൊ അദാനിയെ കുറിച്ച് ഈ ഉളുപ്പ് നാണമാനം ഉണ്ടോ എന്ന് ചോദിച്ചു നമുക്കും എടുത്തു. കാരണം സത്യം ഉളുപ്പില്ല, അതുകൊണ്ട് ഉളുപ്പില്ലാത്തവൻ എന്തോ ആകാം. നമുക്ക് ഉളുപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ മടിക്കുന്നത്. ഉളുപ്പില്ലാത്തവൻ എന്തോ ആകാം. ഒന്ന് ആലോചിച്ച് നോക്കുക, 2015 ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് 6000 കോടിയുടെ അഴിമതി ആരോപിച്ച ആൾക്കാരാണ് പിണറായി വിജയനും. ഇതിനുശേഷം ഇവർ അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വന്നിട്ട് ഇവർ അദാനിയുമായിട്ട് ഈ ധാരണയിലെത്തുന്നു. പിന്നെ ഇവര് തമ്മിൽ ആർബിട്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞ സമയത്ത് ഇത് പണി പുരോഗമിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം കമ്പനി സർക്കാരിനെതിരെ ആർബിട്രേഷന് പോകുന്നു. ആ ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് ഇവർ നടത്തുന്നു. അവരത് പെട്ടെന്ന് തന്നെ പണിഞ്ഞ് 1ാം ഘട്ടം പൂർത്തിയാക്കുന്നു. വേറെയുണ്ട്, ഈ MSCക്ക് ഇവർ പറയുന്ന എന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, തമിഴ്നാട്ടിലെ എന്നൂരില് അവർ 5500 കോടി രൂപയുടെ നിക്ഷേപമാണ് അവർ നടത്തിയത്. മാത്രമല്ല, അത് ആര് പിണറായിയുടെ ഒരു കാലത്തൊക്കെ ചങ്ങായിയായിരുന്നു, സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിരുന്നു സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇവര് പറഞ്ഞ എന്താണ്, ഇവിടേക്ക് ഈ പറയുന്ന MSC വരുന്നതോടെ ഈ വിഴിഞ്ഞം തുറമുഖം മുഴുവൻ അവരുടെയായി മാറും എന്നൊരു നറേറ്റീവാണ് ഇവർ സൃഷ്ടിച്ച്, അതാണ് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എന്നൂരിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവരെ ഈ 49% ഷെയറേ ഉള്ളൂ. ഈ 49% ഷെയറിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ടെർമിനൽ മാത്രം. ഇവിടെ അത്രേ ഉള്ളൂ, ഒരു ടെർമിനൽ. ആ ടെർമിനലിലേക്ക് അവർ സാധനങ്ങൾ കൊണ്ടുവരുന്നു, കയറ്റുന്നു, പോകുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്ത് പോകുന്നു. അല്ല, ഈ പൊട്ടന്മാര് പറഞ്ഞ ആളിപ്പം ചിരിക്കുകയുള്ളൂ. കാര്യം ഇവർ സത്യം പറഞ്ഞാൽ അതല്ല സത്യമാണെന്ന് പറഞ്ഞപ്പോൾ ആൾ വിശ്വസിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ പണ്ട് ഒരു പ്രമുഖ മാധ്യമപ്രവർത്തനം പറഞ്ഞു, ഈ കമ്മ്യൂണിസ്റ്റ് വിഡ്ഢികളെന്ന് പറയരുതെന്ന് പറഞ്ഞു. അത് ഒരു വിഡ്ഢികളാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിഡ്ഢിയാണെന്ന്, കമ്മ്യൂണിസ്റ്റ് വിഡ്ഢി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുതെന്ന് പണ്ട് വളരെ പ്രമുഖനായ ഒരു മാധ്യമപ്രവർത്തനം പറയും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ അദാനിയുമായിട്ടുള്ള എല്ലാ കരാറുകളും ഡീലുകളും ഉണ്ടാക്കിയിരിക്കുന്നത് പിണറായി വിജയൻ. അത്രേ ഉള്ളൂ. സതീശന്റെ മുകളിൽ കയറി മെക്കിട്ട് കയറാൻ വേണ്ടി ഇവർ കൊണ്ടിരിക്കുന്നത്. സതീശൻ പറഞ്ഞത് സത്യമാണ്, സർക്കാർ അറിഞ്ഞിട്ടില്ല. പക്ഷേ സർക്കാർ അറിഞ്ഞിരുന്നു. ഏത് സർക്കാർ? പിണറായി സർക്കാർ അറിഞ്ഞിരുന്നു. കൃത്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്തി സ്വന്തം പാർട്ടി പത്രത്തിൽ മാക്സിമം എന്താണ് പിന്നെ ഹൈപ്പും കൊടുത്തതിന് ശേഷമാണ് കാര്യം മനസ്സിലാവുന്നത്. തള്ളിന് ഒരു കുറവില്ലെന്ന് ഓർത്തോണം. ഇവരെന്താ പറഞ്ഞ 5500 കോടി രൂപ ഞങ്ങൾ വിഴിഞ്ഞത്ത് മുടക്കി സംസ്ഥാന സർക്കാർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശനാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. ഇത് 3700 കോടി രൂപയുടെ എല്ലാം പഠിച്ച് കൃത്യ കണക്കെടുത്തോണ്ട് തന്നെ വന്നിട്ടുണ്ട്. അല്ല, അത് മറുപടി കൊടുത്തത് LDF അംഗങ്ങളുടെ ചോദ്യത്തിലാണ്. അത് അങ്ങനെയുണ്ട്. നിയമസഭയിലെ ചോദ്യോത്തരത്തിനകത്ത് LDF അംഗങ്ങളുടെ ചോദ്യത്തിലാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. ഈ ദേശാഭിമാനി വാർത്ത എന്ന് പറയുന്നത് വമ്പൻ തിരിച്ചടിയാണ് ഇത് പുറത്തു വന്നത്. 1 മാസം പോലും ആയില്ല. അതെ, അതായത് മെയ് 25, 1 മാസം കഴിഞ്ഞു. ഇപ്പൊ ജൂലൈ ആയല്ലോ. അപ്പൊ ഈ സമയം കൊണ്ട് ഇവര് ഇത്രയും പെട്ടെന്ന് യു ടേൺ അടിച്ച് മാറി എന്നുള്ളതാണ്. എന്നിട്ട് ആരുടെ തള്ളിക്ക് കൊണ്ടുവെക്കുന്നു?
സതീശന്റെ തലയ്ക്ക് കൊണ്ടുവെക്കുന്നു. അത് അതേപോലെ അപ്പാടെ ഇടിഞ്ഞ് വീണ്ടും പിണറായിയുടെ തലയിൽ എത്തിയിട്ടുണ്ട്. അത് അങ്ങനെയാണല്ലോ. കാര്യം സമാധാനം. പിണറായി അവിടെ നടന്നിരുന്നത് ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ ശ്യാംരാജിന് ഒരു ആശ്വാസം ആയിരിക്കുന്നു. അതെ, ശ്യാംരാജിനെ ഇവര് നോക്കിക്കോളാമെന്നാണ് പറഞ്ഞത്. വന്നാലും ഞങ്ങൾ സംരക്ഷിക്കും. ഇ ഡി ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിച്ചിരുന്ന കാർ CPM കാരെന്ന് പിണറായിയുടെ വീടിന്റെ മുന്നിൽ രക്ഷാപ്രവർത്തനം നടത്തി തല്ലിപ്പിടിച്ചിരുന്നത്. അതെ, ആ കാറിന്റെ ഉടമസ്ഥനാണ്. അയാൾക്ക് അതിന്റെ കാറിന് നഷ്ടപരിഹാരം വർഷം നന്നാക്കി ഞങ്ങൾ പൈസ കൊടുക്കാമെന്ന് റഹീം MP ഉൾപ്പെടെയുള്ളവരന്ന് പരസ്യം പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പൊ പിന്നെ ആർക്ക് സഹായം ഇല്ലെന്ന് തോന്നുന്നു. ഇന്നലെ എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്ത് നമ്മളും ആ സംബന്ധിച്ച വാർത്ത നൽകിയിരുന്നു. ഏതായാലും ED സന്മനസ് കാണിച്ചിട്ടുണ്ട്, പൈസ അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. അതായത് 1,85,000 രൂപ അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. ആ കാർ ഏതായാലും അയാൾക്ക് നന്നാക്കി കിട്ടും. അയാൾക്ക് പ്രശ്നം വന്നത് എന്താണെന്നറിയോ, ഇൻഷുറൻസ് ക്ലെയിം കിട്ടാതെ പോയി. അയാളുടെ വണ്ടിയുടെ ഫിറ്റ്നസ് തീർന്നു പോയിരുന്നതാണ്. അത് 2 ദിവസം മുമ്പ് തീർന്നു. അതിനുശേഷമാണ് ഈ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ സംഭവിച്ചാണ്. അതും കിട്ടുന്നുണ്ട്. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ എന്താ പറയുന്നത്, ഈ പിണറായി വിജയനും കൂട്ടർക്കും ഇരിക്കാൻ നേരമില്ല. കാരണം അതുപോലെ പണികൾ തിരിച്ചു വന്ന് ഇങ്ങനെ നമ്മൾ പറയില്ലേ, ബൂമറ അങ്ങോട്ട് വിട്ടു തിരിച്ചു വന്ന് ആസനത്തിൽ കയറിക്കൊണ്ടിരിക്കുക. ഓരോന്നും തിരിച്ചു വന്ന് അങ്ങനെയാണല്ലോ. അങ്ങനെ ദേശാഭിമാനിയിലൂടെ ആ സംസാരിക്കുന്ന തെളിവുകൾ പുറത്തു വന്നതോടെ VD സതീശൻ സ്വതന്ത്രനായി. ഏതായാലും VD സതീശനും അദാനിയും ഒക്കെ ചങ്ങായിമാരല്ല എന്നുള്ള ഒരു മാത്രമല്ല, ഇപ്പൊ CPM-നുള്ളിൽ വേറെ നീക്കം നടക്കുന്നുണ്ട്. ഈ പിണറായിയും MP ഗോവിന്ദനെ എടുത്ത് വെളി കളഞ്ഞിട്ട് വേറെ അത് നടക്കുന്നുണ്ട്. ജയരാജത്രയം വന്നിട്ടുണ്ട്. ബേബി ഉണ്ട്, P രാജീവ്, എല്ലാവരും ഇറങ്ങി. സ്വരാജ് ഉണ്ട്. ഈ പാർട്ടി എന്താണ് മറ്റേ പുരയ്ക്ക് തീവളത്തിയിട്ട് ഓടാൻ നിൽക്കുന്ന രണ്ടുപേരുമാണ്. ഈ രണ്ടെണ്ണത്തിൽ വെളിയിൽ കളഞ്ഞാൽ മാത്രമേ ഇനി പാർട്ടി നന്നാവുള്ളൂ. കാരണം മാർഷാലിനെ സംബന്ധിച്ചിടത്തോളം CPM-ന് ശക്തമായ അടിത്തറയുള്ള ഒരു പാർട്ടിയാണ്. താഴെത്തലം തൊട്ട് അങ്ങേറ്റം വരെ അടുക്കും ചിട്ടയുമുള്ള എല്ലാവിധ സംവിധാനം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ഈ രണ്ട് വിദ്വാന്മാരുടെ ചേർന്ന് ഒരാൾ ഭാര്യയ്ക്ക് വേണ്ടി ഒരാൾ കുടുംബത്തിന് വേണ്ടി തീവയ്ക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അത് ആ പാർട്ടി അണികൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന ഉദാഹരണമാണ് കണ്ണൂരിലൊക്കെ ഉണ്ടായവർക്ക് അവർ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും തിരിച്ചടി ഉണ്ടായത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, നമ്മളെ എല്ലാവരെയും വഞ്ചിച്ചും പറ്റിച്ചും കൊണ്ട് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി MR അജിത് കുമാർ എന്ന വളരെ കളങ്കിതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പോഴും സംരക്ഷിക്കുന്നു എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്. ഒന്ന് ഓർത്തോണം, ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും തല്ലിച്ചതയ്ക്കാൻ നിർദ്ദേശം നൽകുകയും അവരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് പിണറായിയുടെ ഒരു വിശ്വസ്തനായ കാവൽ നായ എന്ന് തന്നെ പറയാം. അതായത് അയാളെ ഉപയോഗിച്ച് P ശശിയും പിണറായിയും ചേർന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും ദ്രോഹിച്ചുകൊണ്ടിരുന്ന അയാൾക്കെതിരെ ഇപ്പൊ എന്തൊക്കെയോ നടപടി എടുക്കുമെന്ന് വിചാരിച്ച് നമ്മൾ നോക്കിയിരുന്നു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ ആ AD തോമസ് എന്ന് പറയുന്ന MLA-യും അതുപോലെ അജയ് ജോസനെയും തലയടിച്ച് പൊട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ച ആ സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ MR അജിത് കുമാർ എന്ന ADGP ശ്രമിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘ തലവനായിട്ടുള്ള ഷൗക്കത്ത് അലി കൃത്യമായി എത്തിച്ചിരുന്നു. ഷൗക്കത്ത് അലി DGP-ക്ക് കൊടുത്തു. DGP കൃത്യമായി ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറാൻ തയ്യാറെടുത്തു. പക്ഷേ ചെന്നിത്തലയുടെ കയ്യിൽ നിന്ന് നിർദ്ദേശം ചെന്നു എന്നാണ്. അനിയാന്നിൽ ഇങ്ങോട്ട് തരണ്ട, അവിടെ ഇരുന്നോട്ടെ, തൽക്കാലം അവിടെ ഇരിക്കട്ടെ. അജിത് കുമാറിന് പ്രൊമോഷന്റെ സംഗതി വരുന്നുണ്ട്. പ്രൊമോഷൻ കമ്മിറ്റി കൂടി വരുന്നുണ്ട്. DGP പ്രൊമോഷൻ കൊടുത്തിട്ട് നമുക്ക് അതിനുശേഷം ഇത് ആഭ്യന്തര വകുപ്പിലോട്ട് തന്നാൽ മതി. അദ്ദേഹം പ്രൊമോഷൻ ആയി കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നോക്കാം എന്നുള്ള ഒരു രീതിയിലാണ്. കാരണം ഈ MR അജിത് കുമാർ രമേശ് ചെന്നിത്തലയെ അവിടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് സന്ദർശിച്ചിരുന്നു. ഡെയിലി സന്ദർശിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ തെക്കൻ ജില്ലയിൽ നിന്നുള്ള ഒരു വ്യവസായി, പ്രവാസി വ്യവസായി ഇയാൾക്ക് വേണ്ടി ചെന്നിത്തലയുടെ അടുത്ത് ശുപാർശ നടത്തിയിരുന്നു. ആ ശുപാർശകളെല്ലാം ഏറ്റുവാങ്ങി സ്വന്തം പാർട്ടി പ്രവർത്തകർക്കേറ്റ മർദ്ദനവും ഉണ്ടല്ലോ. പിന്നെ AD തോമസിന് MLA സ്ഥാനം കിട്ടി. അവർക്ക് അങ്ങനെ 2 നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഈ ജനങ്ങളെയും ഈ പ്രവർത്തകരെയും മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇയാളെ സംരക്ഷിക്കാനുള്ള നീക്കത്തിലാണ്. എന്താണ് ഇതിനെ നമുക്ക് പറയേണ്ടത് എന്ന് ചോദിച്ചാൽ, ജനകീയ വഞ്ചന. KPSC പ്രസിഡന്റ് പോലും സ്വന്തമായിട്ടില്ലല്ലോ ഇപ്പോഴും. ആര് ഇടപെടാൻ പോണ ഇക്കാര്യത്തിൽ? അതുകൊണ്ട് ഇത് ചെയ്യേണ്ടിയിരിക്കുന്നത് ഈ പാർട്ടിയുടെ പ്രവർത്തകർ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മൃഗീയമായി മർദ്ദനമേക്കുകയും അതുപോലെ അവരെ പോലീസിന്റെ കള്ളക്കേസ് കൊടുക്കുകയൊക്കെ ചെയ്ത് എത്രയോ പേരുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് നിന്നെങ്കിലും നിങ്ങളാരും പറഞ്ഞാലും അനുസരിക്കില്ല. പ്രവാസി വ്യവസായി പറയുന്ന കേൾക്കോ, ഈ പാർട്ടിയുടെ തല്ലുകൊണ്ടാൻ പറഞ്ഞാൽ കേൾക്കോ, എങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം, അതേ നടക്കുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അജിത് കുമാർ തന്നെയായിരിക്കും DGP. അതായത് നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ ചോരയിൽ ചവിട്ടി നിന്നാണ് ഇവരൊക്കെ ഇപ്പൊ ആഭ്യന്തരമന്ത്രി പദത്തിലും മുഖ്യമന്ത്രി പദത്തിലും ഒക്കെ ഇരിക്കുന്നത്. ഇവർക്കാർക്കും അടിയും കിട്ടിയിട്ടില്ല, തല പൊട്ടിയിട്ടുമില്ല, ഇവർക്കാർക്കും മേലും നൊന്നിട്ടില്ല. പക്ഷെ അങ്ങനെ നൊന്തവരെ വഞ്ചിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കൃത്യമായ റിപ്പോർട്ട് DGP-യുടെ മുമ്പിലുണ്ട്. DGP ആ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് നൽകാനും തയ്യാറാണ്. അത് നൽകാൻ തയ്യാറാണെങ്കിലും അത് വാങ്ങാൻ തയ്യാറാകുന്നില്ല ആഭ്യന്തരമന്ത്രി.
അത് കയ്യിലിരിക്കട്ടെ. ഈ DGP ആക്കിയതിനു ശേഷം ഇങ്ങ് കൊണ്ടുപോകാം, ഞാൻ അടങ്ങുള്ളൂ. എന്നാലും കാരണം ഇയാളെ ക്രമസമാധാന ചുമതലയുള്ള DGP ആക്കിയേക്കും ചിലപ്പോൾ ഈ കോൺഗ്രസ് സർക്കാർ അയാൾ ആക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാവരും വേണം. ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പുറത്താണ്. രാഷ്ട്രീയ നേതാക്കളെ വേണം, മുതലാളിമാരെ വേണം, പ്രവാസി മുതലാളി വേണം, നാട്ടിലുള്ള പൈസക്കാരനെ വേണം, എല്ലാവരും വേണം. അതുകൊണ്ട് അവരൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ. പക്ഷേ ഈ രീതിയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നെങ്കിൽ വലിയ പോക്ക് പിണറായി സർക്കാരിന്റെ ഒരു തുടർച്ച എന്ന് പലപ്പോഴും പറയാറുള്ളത്. ഉറപ്പാണ്, തുടർച്ചയാണ്, കറക്റ്റ് തുടർച്ചയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോ എന്താണ് പറയുന്നത്, ചീഫ് സെക്രട്ടറി നിയമനം വരെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പ്രവചിച്ചതുപോലെ 5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾ പറയും പിണറായി ആയിരുന്നു നല്ലതെന്ന് പറയും. കാരണം ഈ പറയുന്ന അത് പിണറായിയുടെ പ്രശ്നം എന്തായിരുന്നു, പിണറായിയുടെ ഓഫീസ് വേറൊരാൾ ഹൈജാക്ക് ചെയ്ത് അയാൾ ഒരുത്തനാണ് പിണറായി ഈ പരുവത്തിലാക്കിയെന്നുള്ള നാട്ടുകാർക്ക് മൊത്തം. ആ കൂട്ടത്തിൽ അതിന് ചുക്കാൻ പിടിച്ച ആളാണ് ഈ അജിത് കുമാർ. ഈ അജിത് കുമാർ പാർട്ടി പ്രവർത്തകരെ മാത്രമല്ല സാധാരണ ജനക്കാരായ ജനങ്ങളെയും ഈ നാട്ടിലെ പാവപ്പെട്ടവരെയും സ്വന്തം സഹപ്രവർത്തകരെ പി വിജയൻ ഉദ്യോഗസ്ഥനെ പോലും ദ്രോഹിച്ച് അയാളെ സസ്പെൻഡ് ചെയ്ത ആളാണ്. അയാളെ ഈ പി വിജയൻ എന്ന് പറയുന്ന ഏറ്റവും സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത ആളാണ് ഈ MR അജിത്കുമാർ. ഈ നേരത്തെ ഭരിച്ച പിണറായിക്ക് വേണ്ടി വിടുപണിയെടുത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച് അവരെ എല്ലാം ഒരു വഴിക്കാക്കി. ഇപ്പൊ പഴയതെല്ലാം രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ മറന്നുപോയി. കസേര കിട്ടിയപ്പോൾ അതൊക്കെ മറന്നു. ഇവരെയൊക്കെ ചേർത്ത് പിടിക്കും. ഇവരെയാണ് അവർ ചേർത്ത് പിടിക്കുന്നത്, അല്ലാതെ ഈ മർദ്ദനമേറ്റ പാവപ്പെട്ടവരെയല്ല. എന്നിട്ട് എന്താണ്, നിങ്ങൾ റിപ്പോർട്ട് നിങ്ങളുടെ ഓഫീസിൽ വെച്ചോളൂ, ഇങ്ങോട്ട് തരണ്ട, തന്നാൽ എനിക്ക് നടപടി എടുക്കണം. എന്തായാലും ഇത്തരക്കാരെ തുറന്നു കാട്ടാനുള്ള ഒരു ആർജവം നമ്മുടെ മാധ്യമങ്ങൾക്ക് കൂടി വേണ്ടതാണ്. അത് രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും. നിങ്ങളൊക്കെ പിണറായി വിജയനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, നിങ്ങളെ ഇടതു സർക്കാരിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, ആ രീതിയിൽ തന്നെ ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. അതിന് നമുക്ക് യാതൊരു മടിയില്ല. ഇത്തരം നമ്മൾ നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയും VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൂസ് ടോക്ക് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.